ഹായ് എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. കുറച്ച് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഉണ്ടാവും, ഒരു രക്ഷയില്ല, ഷോപ്പിനകത്താണ്. വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കെപ്പോഴും എന്നൊരു ക്വസ്റ്റ്യനാണ്, നമുക്കൊരു പുതിയ സലൂൺ തുടങ്ങാനായിട്ട് എത്ര രൂപ വരും, അല്ലെങ്കിൽ എന്തൊക്കെ വേണം, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊന്ന് വ്യക്തമായിട്ടൊന്ന് പ്രിഫർ ചെയ്ത് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സലൂൺ തുടങ്ങുമ്പോൾ ഏറ്റവും സെറ്റ് എന്ത് മുതൽ എന്ത് വരെ ശ്രദ്ധിക്കണം. ഈ ബിസിനസ്സിലേക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വരുന്നത് മുഴുവൻ ഇൻവെസ്റ്റേഴ്സാണ്. അതായത് കാശ് കൊണ്ട് വന്നിട്ട് ഒരു സലൂൺ തുടങ്ങുന്ന ആളുകളാണ്. പ്രോപ്പറായിട്ടൊരു പക്ക ബിസിനസ്സായിട്ട് കണ്ടെത്തിക്കൊണ്ട് ആ രീതിയിൽ തുടങ്ങുന്ന ആളുകളാണ്. പക്ഷേ കുറച്ച് കാലം മുന്നേ വരെ, എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുന്നേ വരെയൊക്കെ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും സ്വന്തമായിട്ടൊരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നു, അതിനുശേഷം ഒരു ചെറിയ സലൂൺ തുടങ്ങുന്നു, അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു. പക്ഷേ അത് വിട്ടിട്ട് ഇപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരാളെ പാർട്ട്ണറാക്കിക്കൊണ്ട് ഒരു സലൂൺ, കാരണം അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് ബിസിനസ് സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയതിൻ്റെ തെളിവായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ആമസോൺ പോലെയുള്ള വമ്പന്മാർ ഈ മേഖലയിലേക്ക്, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ, UK പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആമസോണിൻ്റെ ഒരു ചെയിൻ ഓഫ് സലൂൺ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആമസോണിനെ പോലെയുള്ള ആളുകളൊക്കെ, അത്ര വലിയ തലയുള്ളവരൊക്കെ ചിന്തിച്ചിട്ട് ഇതിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ഒന്ന് ശേഖരിക്കേണ്ടതുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ പറഞ്ഞു തരാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്ന, ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഞങ്ങളൊരു പുതിയൊരു കൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പലർക്കും എന്താ പറയുക, ഒരു സലൂൺ തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ടും എല്ലാത്തിനെക്കുറിച്ചും ഭയങ്കര കൺസെപ്റ്റും അതേപോലെ തന്നെ സംശയങ്ങളുമാണ്. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയേഴ്സ് ഇഷ്ടംപോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ കുറേ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വന്ന് ഇത് കാണുന്ന സമയത്ത് നേരിട്ട് കാണുമ്പോൾ ഒരു സുഖം തോന്നിക്കൊള്ളുന്നില്ല. പക്ഷേ ഇതിനെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ കസ്റ്റമേഴ്സുകൾ വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയാറുള്ളതാണ്, ഒരു സലൂണിലേക്ക് കൊണ്ടുപോയി ഇട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു മേഖല ഒരു ചെറിയ സലൂൺ ഡിസ്പ്ലേ പോയിൻ്റായിട്ട് നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ കളേഴ്സും കാര്യങ്ങളും തീമൊക്കെ ചെയ്തിട്ട് ഒരു സലൂൺ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ സാധനം തന്നെ മതി എന്ന് പറഞ്ഞിട്ട്, കാരണം സലൂൺ ബേസിൽ സെറ്റ് ചെയ്ത് കിടക്കണ കാണുമ്പോൾ അത് ഭയങ്കര രസമാണ്. അപ്പോൾ അത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2-3 തവണയായിട്ട് എടുത്തുകൊണ്ടേ കഴിഞ്ഞപ്പോൾ നമ്മൾ മടുത്ത സത്യത്തിൽ. സലൂണിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒരു പുതിയ കൺസെപ്റ്റിലേക്കൊക്കെ ഈ മേഖലയിലേക്ക് പൈസ മുടക്കുന്ന ആളുകൾ വന്നു തുടങ്ങിയോടുകൂടി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ തന്നെ എല്ലാവരും ഭയങ്കര കൺസേൺ ആയപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സലൂൺ ഫർണിച്ചേഴ്സിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചില കമ്പനികളുടേതായ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന, നമുക്ക് വന്ന ഒരു കമ്പനിയുടെ പാറ്റേണാണ് ഈ കാണുന്നത്. അപ്പോൾ അവരത് വളരെ മികവുറ്റ രീതിയിൽ ഒരേ പാറ്റേണിൽ സാധനങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ ക്വാളിറ്റിയിലും കാര്യങ്ങളിലും അവരുടെ ഫർണിച്ചറുകളും കാര്യങ്ങളും ഒരേ പാറ്റേണിൽ നമുക്ക് വന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരേപോലത്തെ തന്നെയുള്ളൊരു ഡിസൈൻ ചെയർ, സെയിം ഡിസൈൻ തന്നെ ഒരു ഷാംപൂ വാഷ്, ഇങ്ങനത്തെ ഒരു ഡിസൈനിങ് ഒരേപോലത്തെ തന്നെ കണ്ടോ ചെയർ. ഈ ചെയർ തന്നെ നമുക്ക് ഹൈഡ്രോളിക്കാണ്, നമുക്ക് ബാക്കിലേക്ക് റിക്ലൈൻ ചെയ്യണമെങ്കിൽ റിക്ലൈൻ ചെയ്യാനുള്ള സംവിധാനം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക ചെയേഴ്സിന് നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട്, ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ താന്നു പോകുന്നുള്ളതാണ്. ഇതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇത് എവിടെ വെച്ചാലും ഹോൾഡ് ചെയ്തോളും. അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് ആ ഒരു എന്താ പറയുക, ഒരു ഡയമണ്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ, ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ഈ ഷാംപൂ വാഷിൻ്റെ സൈഡിലും ഒരു പാറ്റേൺ ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒപ്പം തന്നെ ഒരു സലൂൺ സെറ്റപ്പ് പോലെ തന്നെ ഒരു ഇതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഷാംപൂ വാഷ്. ഷാംപൂ വാഷ് നമുക്ക് വളരെ കംഫർട്ടാണ്, ശരിക്കും ഒരു ബെഡിൽ കിടക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ആളുകൾ പലപ്പോഴും വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കും, കുറഞ്ഞ ഷാംപൂ വാഷ് ഉണ്ടോ, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നമുക്ക്. പലരും എന്താണെന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഷാംപൂ വാഷിൽ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വെച്ചിട്ട് പറയും 10 രൂപ കിട്ടും, 8 രൂപ കിട്ടും എന്ന് പറയും. അത് കേട്ടിട്ട് ചെന്ന് കഴിയുമ്പോഴാണ് അബദ്ധം മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള ആ ഒരു ബേസിൻ സാധനങ്ങളൊക്കെ. അപ്പോൾ ഒരു സലൂണിലേക്ക് വേണ്ട A to Z സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം. തൽക്കാലം ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക്
ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നമ്മളുടെ അടുത്ത ഈ ചാനലിലുള്ള മറ്റുള്ള വീഡിയോകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്കുള്ള കൂടുതൽ സംശയങ്ങളും നിങ്ങൾ എന്താണ് ഈ ഒരു മേഖലയിൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ചെയ്യാൻ കഴിയും. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും തൽക്കാലം ക്യാമറമാൻ അജീഷിനൊപ്പം ബൈ.